ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗിവ് അവേ അനൗൺസ്മെന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഗിവ് അവേക്ക് ആയിട്ടുള്ള കൊടുക്കുന്ന പ്ലാന്റ്സ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഓക്കെ, ബാക്കി പ്ലാന്റിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ഏകദേശം ഒരു മാസമായില്ലേ നമ്മളെല്ലാവരും കണ്ടിട്ട്. അപ്പം നിങ്ങൾ വിചാരിച്ചോ ഞാൻ മുങ്ങിപ്പോയിന്ന്? ഇല്ല കേട്ടോ. നമ്മൾ നല്ല തിരക്കായിരുന്നു, സെയിലായിരുന്നു. നമ്മൾ ഓർക്കിഡ്സിന്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 2-3 പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു. എന്നിട്ടും നമുക്ക് ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഇനിയും കൊടുക്കാനുണ്ട്. അപ്പം ഇപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു, ഒരുപാട് പേര് പ്ലാൻസ് ഇല്ലേ ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ട്. മാക്സിമം ഞാൻ ആൾക്കാർക്ക് റിപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരുപാട് സ്കിപ്പൊക്കെ ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പോരാത്തതിന് ഒരു ഗിവ് അവേ അനൗൺസ്മെന്റ് കൂടി ഞാൻ ഇതിൽ പറയാം. നമ്മൾ ലാസ്റ്റ് ടൈം ഒരു ഗിവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവർക്ക് ഉള്ള 2 പേർക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരുടെ ഒരു അനൗൺസ്മെന്റ് കൂടിയാണ്. നിങ്ങൾ വീഡിയോ ഇടയ്ക്ക് ഇടാത്തതിൽ ഒന്നും വിഷമിക്കരുത്. എന്താ വെച്ചാൽ ഞാൻ ഒന്നാമത് ഇതിനോടൊരു കമ്മിറ്റ്മെന്റ് ആണ്. നമുക്കൊരു ചെടികൾ ഓരോരുത്തർക്കും അയക്കുന്നത് വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം അല്ലേ അയക്കാൻ. എല്ലാ ചെടികളും നന്നായിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടൊക്കെ നോക്കണം. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് നല്ലോണം നോക്കിയിട്ട് തന്നെയാണ് അയക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, നല്ല മഴ പെയ്യുന്നുണ്ട്, വേറെ നിവൃത്തിയില്ല. ഇവിടെ മാത്രമേ കുറച്ചൊരു വെട്ടമുള്ളൂ, എന്നാലും ഇരുടായിരിക്കും തോന്നുന്നു. അപ്പം നമ്മൾ ചെടികൾ കംപ്ലീറ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെടികളുടെ സൈസ് ഏകദേശം ഇതിപ്പോൾ എല്ലാ ചെടികളുടെ സൈസ് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. 5 വെറൈറ്റി ആണെങ്കിൽ 5 വെറൈറ്റീൻ്റെ കോംബോ ആണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് 4 വെറൈറ്റി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ചെടിയുടെ സൈസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. റേറ്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല വലിയ സൈസ് പ്ലാന്റ്സ് ആണ്. നിങ്ങൾ കണ്ടല്ലോ, നല്ല ലഷ് ആൻഡ് ബുഷ്. അപ്പം ഈ 2 പ്ലാന്റ് ആർക്കുള്ളതാണ് അറിയാം? നമ്മളെ ഗിവ് അവേ വിന്നേഴ്സിനുള്ളതാണ്. അപ്പോൾ അവരുടെ പേര് ഞാൻ പറയാം. അപ്പോൾ ഏകദേശം 376 വ്യൂസ് ആണ് ഇവർക്ക് വന്നിട്ടുള്ളത്. ഇവരുടെ പേര് ഷാനിഫ എന്നാണ്. അപ്പം ഇവരെ ഞാൻ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. എന്താ വെച്ചാൽ എനിക്ക് വാട്സാപ്പിൽ വന്ന മെസ്സേജാണ് കേട്ടോ. അപ്പം ഞാൻ അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നല്ല ഓർക്കിഡ്സ് തന്നെ കൊടുക്കാന്ന്. നല്ല അത്യാവശ്യം ലഷ് ആൻഡ് ബുഷ് ആയിട്ടുള്ള ഓർക്കിഡ്സ് ആണ്. ഓൾമോസ്റ്റ് ചിലതിൽ സ്റ്റോക്ക് വരെ വന്നിട്ട് കട്ട് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മളെ കയ്യിലുള്ളത്. അപ്പം അവർക്കുള്ളതാണ് അപ്പോൾ ഒരാൾ ഷാനിഫ, അവർക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചോളാം. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നമുക്ക് കമൻറ്റ് ബോക്സിൽ, അതായത് ബിഗിനിങ്ങിൽ, ഇപ്പോഴല്ല, കമൻറ്റ് ബോക്സിൽ വിതിൻ 1 വീക്ക് നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കമൻറ്റ്സ്. അപ്പോൾ അതിൽ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ കമൻറ്റ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ശ്രീലത ബാലൻ 5154 എന്നുള്ള ഐഡിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം 2 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ എൻ്റെ മെയിൽ ID ഞാൻ പറയാം കേട്ടോ. ഇവർ എന്തായാലും ഞാൻ ഇവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ്, എൻ്റെ ഇമെയിൽ ID കൊടുക്കാം. അതിൻ്റെ അകത്തൊരു മെയിൽ അയക്കാം. അഡ്രസ്സും നിങ്ങളുടെ പിൻകോഡും കോൺടാക്ട് നമ്പറൊക്കെ വെച്ചിട്ട് ഒരു മെയിൽ അയക്കാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനിയും നമ്മൾ ഗിവ് അവേസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നോക്കാം. ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ഗിവ് അവേ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ വീഡിയോ കൂടി നമ്മൾ ഇങ്ങനെ തന്നെ സെയിം ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഗിവ് അവേ തന്നെയാണ്. സെയിം നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതായത് വാട്സാപ്പിൻ്റെ സ്റ്റേറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അതിൽ ലാസ്റ്റ് വരുന്ന സ്ക്രീൻഷോട്ട്, ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന സ്ക്രീൻഷോട്ട് ഈ പറയണ ഞാനിപ്പോൾ ഇതിൽ കാണിക്കാൻ നമ്പർ, ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മറക്കണ്ട കേട്ടോ. പിന്നെ രണ്ടാമത്തത്, അതായത് 2 ആൾക്കുള്ള ഗിഫ്റ്റ് ഉണ്ട്, ഒരാൾക്ക് അതാണ്. രണ്ടാമത്തത് നമ്മൾ നന്നായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ജെന്യുവൻ ആയിട്ടുള്ള കമൻറ്റ് നമ്മളെ ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്തോളൂ. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ചെടി ചെറുതാണോ വലുതാണോ. അപ്പം നമ്മളിപ്പോൾ ഒരു 5 വെറൈറ്റിയാണ് കൊടുക്കണ വെച്ചാൽ 5ഉം ഒരേ ടൈപ്പ് പ്ലാന്റ് ആയിരിക്കില്ല. ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. പക്ഷെ അവർ മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് വലിയ, അതായത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിനെക്കാട്ടി വലിയ സൈസ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം ഇത് ഇങ്ങനെ തന്നെ ആയിക്കോളണമെന്നില്ല അടുത്ത വെറൈറ്റി പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഈ 2 പ്ലാന്റ് നോക്കിക്കുക. ഇതിപ്പം ലെഡ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇത് കുറച്ചുകൂടി ചെറിയതാണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈറ്റ് വൈസ് കമ്പയർ ചെയ്യും. ഹെൽത്തി ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത്യാവശ്യം നല്ല അടിയൊക്കെ കണ്ടോ, റൂട്ട്സ് ഒക്കെ കണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പം കണ്ടു. ഇവിടെ കണ്ടോ ഒരു സ്റ്റോക്ക് വന്നത്, അത് കട്ട് ചെയ്തതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പം ചെറുതാണ് വിചാരിച്ചിട്ട് അതിന് ഫ്ലവർ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. പിന്നെ ഇത് ചെറുതാണ്, ഇത് നല്ല വലുതാണ്. അപ്പം അത് പ്രായം അതിനെ അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും പാടില്ല.
ചിലപ്പോൾ ഇതായിരിക്കും ഏറ്റവും ചെറിയ പ്ലാന്റ്, പക്ഷെ വലുപ്പം വൈസ് എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു പ്ലാന്റിന്റെ നേച്ചർ വലുതായി വരുന്ന ഒരു നേച്ചർ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ വലുതായി പോയത്. പക്ഷെ ഇതും ഏകദേശം ഒരേ പ്രായമായിരിക്കും, പക്ഷെ അവർ മിനിയേച്ചർ വെറൈറ്റി ആയിരിക്കും. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യും, പ്ലാന്റിന്റെ കളറും അതിന്റെ ഇതിനൊക്കെ വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യും, അതിന്റെ വെറൈറ്റീസിനൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതാണ് പ്ലാന്റിന്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട, നിങ്ങൾക്ക് എന്തായാലും വെക്കുന്ന പ്ലാന്റ്സ്, ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് 5 പ്ലാന്റ് എടുത്തു, അതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് കേടാണെങ്കിൽ അത് ഞാൻ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പ്ലാന്റ് വെക്കും, അല്ലെങ്കിൽ ഇൻ കേസ് അത് കഴിഞ്ഞു അപ്പോൾ അതാണെങ്കിലും ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുമ്പത്തെ വീഡിയോയിൽ ഒരുപാട് പേര് നല്ല എന്താ പറയുക, ഭയങ്കര നമുക്ക് എല്ലാവർക്കും പ്ലാന്റ്സ് ഇഷ്ടമായി, എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടി എന്ന് അറിയുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷമാണ് അല്ലേ. നമ്മൾ വളരെ ജെന്വൻ ആയിട്ടാണ് നിങ്ങൾക്ക് അത് അയച്ചു തരുന്നത്, അതുകൊണ്ടായിരിക്കണം എനിക്ക് വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ട വിധത്തിൽ കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ ഇത് അയച്ചു കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ക്ഷമയും, അതുപോലെ തന്നെ അഡ്രസ്സ് ഒന്നും മാറിപ്പോകരുത്, പിൻകോഡ് ഒന്നും മാറിപ്പോകരുത്, ചെടികൾ നല്ല ചെടികളായിരിക്കണം, നിങ്ങൾ വിചാരിച്ച ചെടികൾ തന്നെ ആയിരിക്കണം അയക്കേണ്ടത്, ഓരോരോ ബാച്ചുകൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ഒന്നും മാറിപ്പോകരുത്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കണം, അതുകൊണ്ടാണ് ഡിലേ ആവുന്നത് കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾക്ക് നല്ല പ്ലാൻസ് കിട്ടിയെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒരുവിധം എല്ലാത്തിനും ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, എന്നാലും എൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻ്റെ പ്ലാന്റ്സിനെ. അപ്പോൾ ഇനി ഇത് വേണ്ടവർ, ഇതിപ്പോൾ എന്താ വെച്ചാൽ 5 പ്ലാന്റ്സിൻ്റെ കോംബോ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്ത്. നന്നായിട്ട് നമുക്ക് പ്ലാന്റ് കിട്ടി അങ്ങനെ പോട്ട് ചെയ്താൽ മാത്രം പോരാ, അതിന് വേണ്ട കാര്യങ്ങൾ, ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കണം. ഗ്രോത്തിന് വേണ്ട വളങ്ങളൊക്കെ നിങ്ങൾ മേടിച്ച് വെക്കണം. അതുപോലെ തന്നെ മേടിച്ച് വെച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് അതിന് കൊടുക്കും വേണം. ഇനിയും ഡൗട്ടാണ് ആൾക്കാർക്ക്. എന്താ വെച്ചാൽ ഞാൻ പണ്ടത്തെ വീഡിയോ പണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോട്ടിംഗ് മിക്സിൻ്റെ വീഡിയോ പണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതെല്ലാവർക്കും ഞാൻ ലിങ്ക് ഷെയർ ചെയ്യലുണ്ട്, എല്ലാവരും അത് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യാറ്. എന്നാലും ആൾക്കാർക്ക് ഡൗട്ടാണ്. അപ്പം പേടിക്കേണ്ട, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാൻസിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അതിനുള്ള മറുപടികൾ നിങ്ങൾ പറയുന്നതിനനുസരിച്ചുള്ള ഇനി ഇടയ്ക്കൊന്ന് വിട്ടുപോയി അല്ലെങ്കിൽ മറന്നുപോയി ചിലപ്പോൾ എന്തെങ്കിലും തിരക്ക് വന്നിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ഒന്നും കൂടി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നിങ്ങൾ പ്ലാൻസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പ്രീ ബുക്കിംഗ് ആയിട്ട് എടുക്കും. ഇന്നോ നാളെയോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഞാൻ പെട്ടെന്ന് തന്നെ കമൻറ്റ് തിരിച്ച് നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, ഒരു 2 days വെയിറ്റ് ചെയ്യണം. ഞാൻ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളെ മെസ്സേജിലേക്ക് എത്താൻ നോക്കും. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ചെയ്തിരുന്നത്. മാക്സിമം ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്ലാൻസ് നല്ല പ്ലാൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ടതാണ്. കണ്ടോ, ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്, ചില പ്ലാന്റ്സ് കുറച്ച് വലുപ്പമുണ്ട്, ചിലത് കുറച്ച് മിനിയേച്ചറാണ്. അപ്പോൾ ഈ സൈഡിലുള്ള പ്ലാന്റ്സ് മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ. അതുപോലെ ഈ സൈഡിലുള്ള പ്ലാന്റ്സ് കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ നിങ്ങൾ അതിന് കമ്പയർ ചെയ്യരുത്. എല്ലാം ഏകദേശം ഒരേ പ്രായമുള്ള പ്ലാന്റ്സ് ആണ്. നമുക്ക് സീഡ്ലിങ്സ് ആണെന്ന് പക്ക പറയാൻ പറ്റില്ല. സീഡ്ലിങ്സ് പറഞ്ഞാൽ കൈപ്പോലും പിടിക്കാൻ പറ്റാത്ത ചെറിയ പ്ലാന്റ്സിനാണ് സീഡ്ലിങ്സ് പറയുക. അല്ലെങ്കിൽ അതിലും ചെറിയ പ്ലാന്റ്സ് ഉണ്ട്, ഹാർഡൻ പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിലും ചെറുതാണ്. അപ്പോൾ ചിലപ്പം നിങ്ങൾ പറയുമ്പോൾ എനിക്ക് വേറെ സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി വില കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ചും കൂടി വില കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഓരോ ആൾക്കാരെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവരവർ ചെയ്യുന്നത് അവരവരുടേതായിട്ടുള്ള ഒരു റേറ്റും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ ഒരു പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, വളരെ ലഷ് ആൻഡ് ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത്. അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റേറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം വരാത്ത രീതിയിൽ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ വളരെ വെൽ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലേക്ക് നമ്മൾ പ്ലാൻസ് ആയിരിക്കും നോക്കി. നേരത്തെ ഞാൻ കാണിച്ച അതേ പ്ലാൻസ് ആണോ ഇത്? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അയ്യോ മാഡം ഒരു പ്ലാന്റ് ഭയങ്കര ചെറുതാണ്, ബാക്കി 4 പ്ലാന്റ് നല്ലതാണെന്ന് പറഞ്ഞില്ല കേട്ടോ, ഒരു പ്ലാന്റ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ബാക്കിയുള്ള പ്ലാന്റ്സോ? അപ്പോൾ അവർ ചിരിക്കുക. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അത് അതിന്റെ വെറൈറ്റിക്ക് അനുസരിച്ച് നമ്മൾ വേണം വെച്ച് ചെറിയ ഒരു പ്ലാന്റ് വെക്കുകയല്ല, അതിന്റെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഈ ഒരു പ്ലാന്റ് നോക്കിക്കേ, ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ്സാണ്, ഏകദേശം നല്ല എല്ലാം ബ്ലൂം ചെയ്തിട്ട് സ്റ്റോക്ക് കട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് ആണിത്. അപ്പോൾ ഈ ഒരു സൈഡിലുള്ള പ്ലാന്റ്സ് അത്രയ്ക്കും വലുപ്പമില്ല, എന്നാൽ വലുപ്പമുള്ളതാണ്. നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് മാത്രമാണ്, നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല, അത്രയേറെ കോൾസ് വരും. മാത്രമല്ല നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് മെസ്സേജ് അയക്കരുത്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് എന്താകും, വീണ്ടും താഴത്തേക്ക് പോകും. മേലേക്ക് വന്നാൽ മേലേക്ക് പോയി പോകും കേട്ടോ. അപ്പോൾ അടിയിലുള്ള നമ്പർ പ്രകാരമാണ് ഞാൻ നോക്കി വരിക. അപ്പം അത് മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.